प्यारे छात्रों नमस्कार। आज हम 7वीं कक्षा का दूसरा पाठ पढ़ें। यह एक कविता है। कविता का नाम है हम सब सुमन एक उपवन के। इस कविता के कवि का नाम है द्वारिका प्रसाद माहेश्वरी। कविता का नाम क्या है? हम सब सुमन एक उपवन के। कवि का नाम है द्वारिका प्रसाद माहेश्वरी। उपवन का अर्थ क्या है? उपवन का अर्थ है बगीचा। उपवन गार्डन, बगीचा, पूंदोटम। सुमन का अर्थ है फूल। सुमन फूल, ഫ്ലവർ. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. നമ്മളെല്ലാവരും എന്താണ്? ഏക് ഉപവൻ കെ സുമൻ കെ സമാൻ ഹെ. ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെയാണ്. കവി യഹാം इस दुनिया को, दुनिया मीन्स लोकम, इस दुनिया को एक उपवन के साथ तुलना की है. കവി ഇവിടെ ഈ ലോകത്തിനെ ഒരു പൂന്തോട്ടത്തോട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. और यहाँ रहने वाले हम मनुष्य को सुमन के साथ तुलना की है. ഇവിടെ താമസിക്കുന്ന നമ്മൾ മനുഷ്യരെ പൂക്കളോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. നമ്മളെല്ലാവരും എന്താണ്? ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ്. പൂന്തോട്ടത്തിലെ വിഭിന്ന നിറത്തിലും രൂപത്തിലും ഗന്ധത്തിലും ഒക്കെയുള്ള പൂക്കളുണ്ടാവും. അതേപോലെയാണ് ഈ ലോകത്തിലെ വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്നവരും വിഭിന്ന വേഷങ്ങൾ ധരിക്കുന്നവരും ആയ ആളുകളാണ് ഈ ലോകത്തിൽ താമസിക്കുന്നത്. അതാണ് കവിയുടെ പറയുന്നത് ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. നമ്മളെല്ലാവരും എന്താണ്? ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെയാണ്. कविता की ओर देखें. एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम, मिली एक न धूप ही, एक ही धूप हमें है, सींचे जाए एक जल से हम, पले हुए हैं झूल झूल कर पलनों में हम एक पवन के. हम सब सुमन एक उपवन के. एक हमारी धरती सबकी. ഹം സബ് കി ധർത്തി. ധർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി, എർത്ത് അല്ലേ? ഹം സബ് കി ധർത്തി, നമ്മളെല്ലാവരുടെയും ഭൂമി എന്താണ്? ഏക് ഹി ഹെ, ഒന്ന് തന്നെയാണ്. ഹം സബ് കി ധർത്തി ഏക് ഹി ഹെ. ഏക് ഹമാരി ധർത്തി സബ് കി, ജിസ്കി മിट्टी से जन्मे हम. जिसकी मिट्टी से, किसकी मिट्टी से? जिस भूमि की मिट्टी से, ഏത് ഭൂമിയുടെ മണ്ണിൽ നിന്നാണ് ഹം ജന്മ ലേത്തെ ഹെ, നമ്മളെ ജന്മം കൊണ്ടിരിക്കുന്നത്. യഹ് മിട്ടി ഹം സബ് കി ഹെ, ആ മണ്ണ് നമ്മളെല്ലാവരുടേതുമാണ്. മിലീന ഏക് ഹി ധൂപ്പ് ഹമേ ഹെ. ഹമേ ജോ ധൂപ്പ് മിലി ഹെ, ധൂപ്പ് വെയിൽ, സൺലൈറ്റ്. ഹമേ ജോ ധൂപ്പ് മിലി ഹെ യഹ് സബ് ഏക് ഹി ഹെ. ഇത് എന്താണ്? ഒരു വെയിൽ തന്നെയാണ് നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന വെയിൽ. सींचे जाए एक जल से हम जिस जल से सींचे गए हैं ये जल एक ही है. നമ്മളെല്ലാവരും നനയുന്ന ജലം ഒന്നു തന്നെയാണ്. പലേ ഹുए हैं झूल झूल कर पलनों में हम एक पवन के. पवन विंड, കാറ്റ്. പലേ ഹുए हैं, പലേ ഹുए പാലൻ പോഷൺ ഹുए हैं, വളർന്നു വലുതാവുക. झूल झूल कर, झूलന എന്താണ്? ആടുക, ആടി ആടിയിട്ട്. പൽനോമേ, പൽന झूല, झूല ഊഞ്ഞാൽ. हम एक पवन के, हम एक ही पवन के पलनों में झूल झूल कर बड़े हो गए हैं. നമ്മൾ എല്ലാവരും അല്ലേ ഒരേ കാറ്റിൻ്റെ ഊഞ്ഞാലിൽ ആടി ആടിയിട്ടാണ് വലുതാവുന്നത്. हम सब सुमन एक उपवन के. हम सब एक ही उपवन के सुमन है. एक बार भी देखें. एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम.
हम जिस मिट्टी में जन्म लेते हैं, यह मिट्टी हम सब की है, सबकी एक ही है या हम सबकी है। मिली न एक ही धूप हमें है, हमें जो धूप मिली है यह एक ही धूप है। हम सबको जो धूप मिली है यह एक ही है। നമ്മളെല്ലാവർക്കും ലഭിക്കുന്ന ധൂപ്പ്, വെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് തന്നെയാണ്. सींचे जाए एक जल से हम, एक ही जल से हम सींच गए हैं। पले हुए हैं झूल झूल कर पलनों में हम एक पवन के, हम सब एक ही पवन के झूले में झूल झूल कर पले हुए हैं या बड़े हुए हैं। हम सब सुमन एक पवन के. അടുത്ത ഭാഗം നോക്കാം. रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी, लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी. एक हमारा माली हम सब रहते नीचे एक गगन के, हम सब सुमन एक उपवन के. रंग रंग के रूप हमारे, हमारे रंग और रूप अलग अलग है. रंग रंग के रूप हमारे അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളർ, നിറം. അപ്പം നമ്മളുടെ നിറം എന്താണ്? വേറെ വേറെയാണ്. അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. ക്യാരി ഫ്ലവർ ബെഡാണ്, തടം. അലഗ് എന്താണ്? സെപ്പറേറ്റ്, വേറെ വേറെ അല്ലേ? അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. ക്യാരിയാം ഭി അലഗ് അലഗ് ഹേ. തടങ്ങളും എന്താണ്? വേറെ വേറെയാണ്. लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी, लेकिन हम सब मिलकर रहने में ही इस उपवन की शोभा बढ़ाती है. നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിയുമ്പോഴാണ് ഈ ഉപവനത്തിൻ്റെ, ഈ പൂന്തോട്ടത്തിൻ്റെ ശോഭ വർദ്ധിക്കുന്നത്. लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी, मिलकर रहने में ही शोभा बढ़ाती है. एक हमारा माली हम सब रहते नीचे एक गगन के, हम सब की माली एक ही है. മാലി മീൻസ് ഗാർഡനർ, തോട്ടക്കാരൻ അല്ലേ? ഹം സബ്കി മാലി, നമ്മളെല്ലാവരുടെയും തോട്ടക്കാരൻ ആരാണ്? ഒരാൾ തന്നെയാണ്. ആരാണത്? ഈശ്വർ. ഹം സബ്കി മാലി ഏക് ഹി ഈശ്വർ ഹി ഹൈ. रहते नीचे एक गगन के, हम सब एक ही गगन के नीचे रहते हैं. നമ്മളെല്ലാവരും എന്താണ്? ഏക് ഹി ഗഗൻ. ഗഗൻ മീൻസ് ആസ്മാൻ, ആകാശം അല്ലേ? ഒരേ ആകാശത്തിൻ്റെ കീഴിലാണ് താമസിക്കുന്നത്. ഹം സബ് സുമൻ ഏക് ഭവൻ കെ, നമ്മളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ്. മനസ്സിലായിട്ടുണ്ടോ? एक बार भी देखे. रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी, लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी. एक हमारा माली हम सब रहते नीचे एक गगन के, हम सब सुमन एक उपवन के. रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी, हमारे रंग रूप और क्यारी अलग अलग है. लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी, लेकिन हम सब मिलकर इस उपवन की शोभा बढ़ाती है. एक हमारा, बढ़ाന എന്താണ്? വർദ്ധിപ്പിക്കുക. നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് ഈ പൂന്തോട്ടത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. एक हमारा माली हम सबका माली एक ही है. हम कवि ഈശ്വർ की ओर संकेत करते हैं. ഇവിടെ കവി ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഈശ്വരനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും മാലി, തോട്ടക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? ഈശ്വരനാണ്. रहते नीचे एक गगन के, हम सब एक ही गगन के नीचे रहते हैं. हम सब सुमन एक उपवन के, നമ്മളെല്ലാവരും എന്താണ്? एक ही उपवन के सुमन है. सूरज एक हमारा जिसकी किरणें उसकी कली खिलाती. सूरज, सूर्य, सन. किरण റേ, രശ്മിയാണ്. കലി, ബഡ്, പൂമുട്ട്. सूरज एक हमारा जिसकी किरणें उसकी कली खिलाती, एक ही सूरज की किरणें കലി ഖിലാത്തി ഹെ. ഒരേ സൂര്യൻ്റെ കിരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പൂമൊട്ടിനെ വിടർത്തുന്നത്. एक हमारा चांद चांदनी जिसकी हम सबको नहलाती.
അല്ലേ? ഏക് ഹമാരാ ചാന്ദ്, ഹം സബ്കാ ചാന്ദ് ഏക് ഹി ഹേ. നമ്മളെല്ലാവരുടെയും ചാന്ദ് എന്താണ്? ചന്ദ്രൻ, മൂൺ. ചന്ദ്രൻ എന്താണ്? ഒന്ന് തന്നെയാണ്. ചാന്ദിനി, ചാന്ദിനി എന്താണ്? മൂൺ ലൈറ്റ്. ചാന്ദിനി ഭി ഏക് ഹി ഹേ. നിലാവ് എന്താണ്? ഒന്ന് തന്നെയാണ്. ഹം സബ്കി ചാന്ദിനി ഏക് ഹി ഹേ. ജിസ്കി ഹം സബ്കോ നഹലാത്തി. ചാന്ദ് ഹം സബ്കോ ചാന്ദിനി മേ നഹലാത്തി ഹേ. അല്ലെ? ചന്ദ്രൻ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? നിലാവിൽ കുളിപ്പിക്കുന്നു. മിലേ ഏക് സേ സ്വർ ഹംകോ ഹേ ഭ്രമരോം കെ മീഠേ ഗുഞ്ചൻ സേ. സ്വർ സൗണ്ട്, ശബ്ദം. ഭ്രമർ വണ്ടാണ്. മീഠേ ഗുഞ്ചൻ സ്വീറ്റ് വോയിസാണ്. ഗുഞ്ചൻ എന്ന് പറഞ്ഞാൽ മൂളലാണ്, വണ്ടിൻ്റെ മധുരമായ മൂളൽ. മിലേ ഏക് സേ സ്വർ ഹംകോ ഹേ ഭ്രമരോं के मीठे गुंजन से. भ्रमरों के मीठे गुंजन हम एक ही स्वर में सुनते हैं. അല്ലേ? വണ്ടിൻ്റെ മൂളൽ നമ്മൾ ഒരേ സ്വരത്തിലാണ് എല്ലാവരും കേൾക്കുന്നത്. ഹം സബ് സുമൻ ഏക് ഭവൻ കെ. നമ്മളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ്. ഒരു പ്രാവശ്യം കൂടി നോക്കാം. സൂരജ് ഏക് ഹമാരാ ജിസ്കി കിരണേം ഉസ്കി കലി ഖിലാത്തി. जिस सूरज की किरणें कलियों को खिलाती है, ये सूरज एक ही है. हम सब की सूरज एक ही है. एक हमारा चांद चांदनी, हमारा चांद और चांदनी एक ही है. चांद हमें चांदनी में नहलाती है. ചന്ദ്രൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചാന്ദിനിയിൽ, നിലാവിൽ കുളിപ്പിക്കുന്നു. मिले एक से स्वर हमको है भ्रमरों के मीठे गुंजन से. भ्रमरों के मीठे गुंजन हम एक ही स्वर में सुनते हैं, या हमें एक ही स्वर में सुनाई पड़ते हैं. हम सब एक ही स्वर में सुनते हैं. हम सब सुमन एक भवन के. നമ്മളെല്ലാവരും എന്താണ്? ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ്. അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? പാഠഭാഗം, അല്ലെ, കവിത നിങ്ങൾ നന്നായിട്ട് വായിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലേ? നന്നായിട്ട് വായിക്കുക. ഇതിലുള്ള ടഫായിട്ടുള്ള വേർഡ്സൊക്കെ എഴുതി വെച്ച് പഠിക്കുക. ഇതിൽ പര്യായവാചി ശബ്ദങ്ങൾ, അതായത് സമാനാർത്ഥ വാലേ ശബ്ദ കവിതാസെ ചുൻകർ ലിഖിए. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കോളൂ. ഫൂൽ, ഫൂൽ കാ സമാനാർത്ഥ ക്യാ ഹേ? ഇധർ ഹേ. അല്ലേ? ഫൂൽ സുമൻ. सूर्य, सूर्य सूरज. बगीचा, बगीचा भी इधर है, बगीचा उपवन. भूमि, भूमि धरती. भौरा भ्रमर. चंद्रिका चांदिनी. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചില ലൈൻസിൻ്റെ അർത്ഥം തന്നിട്ട് ആ ലൈൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത് എഴുതാൻ പറ്റുകയുള്ളൂ. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അപ്പോൾ ഈ ഒരു പാഠം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ധന്യവാദം.